റഷ്യ യുക്രൈൻ യുദ്ധം മുൻപത്തെക്കാളും ശക്തമായ വ്യോമാക്രമണങ്ങളിലേക്കും ഡ്രോൺ യുദ്ധമുറകളിലേക്കും വഴിമാറുന്ന പശ്ചാത്തലത്തിൽ യുക്രൈന്റെ സൈനിക ശേഷിക്ക് കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. യുക്രൈന്റെ സൈനിക നീക്കങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു പ്രമുഖ ഡ്രോൺ യുദ്ധ നിയന്ത്രണ കേന്ദ്രം റഷ്യൻ സൈന്യം പൂർണ്ണമായും തകർത്തതായാണ് മോസ്കോ അവകാശപ്പെടുന്നത്. കനത്ത ബോംബാക്രമണത്തിലൂടെയും മിസൈൽ പ്രഹരത്തിലൂടെയുമാണ് യുക്രൈന്റെ തന്ത്രപ്രധാനമായ ഈ കേന്ദ്രം റഷ്യ തുടച്ചു നീക്കിയത്. യുക്രൈന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന അതീവ രഹസ്യമായ അൺമാൻഡ് സിസ്റ്റംസ് ഫെസിലിറ്റിയെയാണ് റഷ്യ ലക്ഷ്യമിട്ടത്. യുദ്ധകാലത്തിൽ റഷ്യൻ സൈന്യത്തിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ചിരുന്ന ഡ്രോണുകളുടെ നിർമ്മാണവും അവയുടെ ആസൂത്രണവും ഏകോപിപ്പിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു. ഈ തകർച്ച കീവിന്റെ യുദ്ധമുന്നേറ്റങ്ങളെയും വ്യോമാക്രമണ ശേഷിയെയും വരും ദിവസങ്ങളിൽ ഗണ്യമായി ബാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ഭൗമയുദ്ധത്തിലും യുക്രൈന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ പട വലിയ മുന്നേറ്റം തുടരുകയാണ്. റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന യുക്രൈന്റെ സുമി പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ ഇവോൾഷാൻസ്കോയ് ഗ്രാമം റഷ്യൻ സൈന്യം പൂർണ്ണമായി കീഴടക്കിയതായും പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുക്രൈന്റെ പ്രതിരോധ നിരകളെ ഭേദിച്ച് സുമി പ്രവിശ്യയിലേക്ക് റഷ്യൻ കാലാൽപ്പട കൂടുതൽ ആഴത്തിൽ ഇറങ്ങിക്കയറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. യുദ്ധത്തിന്റെ വിവിധ മുന്നണികളിൽ യുക്രൈൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ടെന്നാണ് മോസ്കോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ യുദ്ധകാലത്തെ ഇത്തരം വലിയ അവകാശവാദങ്ങൾ സ്വതന്ത്രമായ അന്താരാഷ്ട്ര ഏജൻസികൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും സുമി മേഖലയിലെ റഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യവും ആധിപത്യവും യുക്രൈന് വൻ പ്രതിരോധ സമ്മർദ്ദമാണ് നിലവിലുണ്ടാക്കുന്നത്. സമീപകാല യുദ്ധങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ കൈവരിച്ച പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് റഷ്യയുടെ ഈ പുതിയ ആക്രമണ തന്ത്രം. ചെലവ് കുറഞ്ഞതും എന്നാൽ ശത്രുവിനെ വൻ നാശനഷ്ടം വരുത്താൻ കൽപ്പുള്ളതുമായ ഡ്രോണുകളെയാണ് ഇരുപക്ഷവും ഇപ്പോൾ പ്രധാനമായി ആയുധമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈന്റെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചു തകർക്കുക വഴി അവരുടെ കണ്ണും കാതും കെട്ടിക്കുക എന്ന തന്ത്രമാണ് പുടിന്റെ സൈന്യം ഇപ്പോൾ പയറ്റുന്നത്. സുമി പ്രവിശ്യയിലെ ഇവോൾഷാൻസ്കോയ് ഗ്രാമത്തിന്റെ പതനം യുക്രൈന്റെ വടക്കുകിഴക്കൻ അതിർത്തി പ്രതിരോധത്തിൽ വലിയൊരു വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ യുക്രൈന്റെ ഉള്ളിലേക്ക് കൂടുതൽ സൈനിക വിതരണ ശൃംഖലകൾ വ്യാപിപ്പിക്കാൻ റഷ്യക്ക് സാധിക്കും. ഇത് യുക്രൈൻ സൈന്യത്തിന് തങ്ങളുടെ മറ്റ് യുദ്ധമുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വലിയ തടസ്സമായി മാറിയിരിക്കുന്നു. റഷ്യൻ ആക്രമണങ്ങൾ ശക്തമായതോടെ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ വീണ്ടും ചർച്ചയാവുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആധുനിക ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും റഷ്യയുടെ ആസൂത്രിതമായ വ്യോമാക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ യുക്രൈന് സാധിക്കുന്നില്ല. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ പാശ്ചാത്യ സഹായം അഭ്യർത്ഥിക്കാൻ വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭരണകൂടത്തെ നിർബന്ധിതമാക്കും. കീവിന്റെ ഭാഗത്തു നിന്നും റഷ്യൻ അതിർത്തി നഗരങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് റഷ്യ ഇത്തരമൊരു പ്രത്യാക്രമണത്തിന് മുതിർന്നത്. റഷ്യൻ നഗരങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിവന്ന തന്ത്രപരമായ നീക്കങ്ങൾക്ക് തിരിച്ചടിയേൽപ്പിക്കാൻ ഈ കേന്ദ്രത്തിന്റെ തകർച്ചയിലൂടെ റഷ്യക്ക് കഴിഞ്ഞേക്കും. ശത്രുവിന്റെ ആക്രമണ ഉറവിടങ്ങളെ തന്നെ ഇല്ലാതാക്കുക എന്ന നയമാണ് മോസ്കോ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുമി പ്രവിശ്യയിലെ സാധാരണ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിന്റെ പടയോട്ടവും തുടർച്ചയായ ബോംബിങ്ങും കാരണം ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. അതിർത്തി ഗ്രാമങ്ങൾ ഓരോന്നായി റഷ്യൻ നിയന്ത്രണത്തിലാകുന്നത് യുക്രൈൻ ജനതയുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നുണ്ട്. അതേസമയം തങ്ങളുടെ സൈന്യം ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നതെന്നും റഷ്യയുടെ അവകാശവാദങ്ങൾ അതിശയോക്തിപരമാണെന്നുമാണ് യുക്രൈന്റെ അനൌദ്യോഗിക നിലപാട്. റഷ്യൻ സൈന്യത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ വാദിക്കുന്നു. എന്നാൽ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ നാശം മറച്ചുവെക്കാൻ യുക്രൈന് നയതന്ത്രപരമായി വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. റഷ്യ സുമിയിൽ നടത്തുന്ന മുന്നേറ്റം കേവലം ഒരു പ്രാദേശിക വിജയം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണെന്ന് അന്താരാഷ്ട്ര യുദ്ധ നിരീക്ഷകർ കരുതുന്നു. യുക്രൈന്റെ വടക്കൻ അതിർത്തികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഡോൺബാസ് ഉൾപ്പെടെയുള്ള കിഴക്കൻ മുന്നണികളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ ഇങ്ങോട്ട് തിരിച്ചുവിടാൻ റഷ്യക്ക് സാധിക്കും. ഇത് റഷ്യക്ക് മറ്റ് മേഖലകളിൽ കൂടുതൽ എളുപ്പത്തിൽ വിജയം നേടാൻ വഴിയൊരുക്കും. അത്യാധുനിക കൃത്യതയുള്ള മിസൈലുകളും ഇന്റലിജൻസ് വിവരങ്ങളും ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈന്റെ ഈ ഡ്രോൺ കേന്ദ്രം കണ്ടെത്തിയതും തകർത്തതും. യുക്രൈൻ സൈന്യത്തിനുള്ളിൽ തന്നെയുള്ള വിവര ചോർച്ചയോ റഷ്യൻ ഇന്റലിജൻസിന്റെ ശക്തമായ നിരീക്ഷണമോ ആകാം ഈ താവളം കൃത്യമായി ലക്ഷ്യം വെക്കാൻ റഷ്യയെ സഹായിച്ചത്.
ഇത് യുക്രൈന്റെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേലുള്ള കനത്ത ചോദ്യചിഹ്നമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഈ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. യുക്രൈന് കൂടുതൽ ആധുനിക ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും നൽകേണ്ടതിന്റെ ആവശ്യകത പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ വീണ്ടും സജീവ ചർച്ചയായി ഉയർന്നിട്ടുണ്ട്. റഷ്യൻ പടയോട്ടം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കിഴക്കൻ യൂറോപ്പിന്റെ സുരക്ഷയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന ഭീതി അവർക്കുണ്ട്. വരും ദിവസങ്ങളിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഡ്രോൺ മിസൈൽ യുദ്ധം കൂടുതൽ ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കാനാണ് സാധ്യത. റഷ്യ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പകരമായി മോസ്കോയെ ലക്ഷ്യമിട്ട് പുതിയ ഡ്രോൺ കൂട്ടങ്ങളെ അയക്കാൻ യുക്രൈൻ ശ്രമിച്ചേക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സമന്വയിപ്പിച്ചുള്ള യുദ്ധമുറകളാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്രൈന്റെ ഡ്രോൺ യുദ്ധ കേന്ദ്രത്തിന്റെ തകർച്ചയും സുമിയിലെ പുതിയ ഗ്രാമത്തിന്റെ പതനവും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന സംഭവങ്ങളാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അകന്നു നിൽക്കുമ്പോൾ ശക്തി പ്രകടനത്തിലൂടെ പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന ശീതകാലത്തിന് മുന്നോടിയായി യുദ്ധഭൂമിയിൽ പരമാവധി മേൽക്കൈ നേടാനുള്ള റഷ്യൻ തന്ത്രത്തിന്റെ വിജയമാണ് ഈ പുതിയ മുന്നേറ്റങ്ങൾ കാണിക്കുന്നത്.